സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പ്രവേശിച്ചതിന് ശേഷം ഇടതുപക്ഷ നേതാവിനെതിരെ ആദ്യമായി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് തയ്യാറാക്കിയെടുത്തു. അത് ഇടതുപക്ഷ നേതാവിനെതിരെ മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെതിരെ കൂടിയാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ കുറേ ദിവസമായി സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നതിൻ്റെ ഭാഗമായുള്ള ചില തർക്കങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അവിടെ നടക്കുന്ന കലാരൂപവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിധികർത്താക്കളെ ഇരുത്തിയെന്നും വിധി നിർണയത്തിൽ സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള തെളിവുകളും ആരോപണങ്ങളുമൊക്കെ ശക്തമായി ഉയർന്ന ഒരു കലോത്സവമായിരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവം. ആ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മുഖ്യ അതിഥിയായി എത്തിയ ഒരു നടിക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ആ ആരോപണം ഇങ്ങനെയായിരുന്നു: സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എത്തിയ നടിക്ക് വലിയ അഹങ്കാരമാണ്. കലോത്സവത്തിലൂടെ വളർന്നു വന്ന നടി സ്വാഗതഗാനം ഒരുക്കാൻ ആവശ്യപ്പെട്ടത് 5 ലക്ഷം രൂപയാണെന്നും സഹകരിക്കേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കിയെന്നും പേര് തൽക്കാലം വെളിപ്പെടുത്തുന്നില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. വി ശിവൻകുട്ടി നടിക്കെതിരെ ഉയർത്തിയ ആരോപണത്തിൻ്റെ മറുപടി സർക്കാരിനും മന്ത്രിക്കുമുള്ള ഒരു താക്കീത് പോലെ, അല്ലെങ്കിൽ ഒരു തിരിച്ചടി പോലെയാണ് ഇപ്പോൾ തൻ്റെ സ്വന്തം നവമാധ്യമത്തിൽ ഫേസ്ബുക്കിൽ സന്ദീപ് വാര്യർ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മലയാള സിനിമയിലെ ഒരു നായിക നടി ഉദ്ഘാടനത്തിന് പോയാൽ ഏതാനും മണിക്കൂറുകൾക്ക് ലഭിക്കുന്ന തുകയാണ് 5 ലക്ഷം. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലെ സ്വാഗതഗാനം പോലെ ഏറെ പ്രയത്നം വേണ്ട ഒരു നൃത്തം ഒരുക്കിയെടുക്കുവാൻ അവർക്ക് ദിവസങ്ങളോളം ചെലവഴിക്കേണ്ടി വരും. അവിടെയാണ് മന്ത്രി വലിയ തുക ചോദിച്ചതായി പറഞ്ഞ് ആ കലാകാരിയെ അവർ ആരോ ആകട്ടെ ആക്ഷേപിക്കുന്നത്. അവർ നേരത്തെ സംസ്ഥാന യുവജനോത്സവത്തിൽ വിജയിയായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മിടുക്കാണ്. സംസ്ഥാന യുവജനോത്സവത്തിലെ ബാക്കി എല്ലാ വിഭാഗങ്ങൾക്കും സൗജന്യ സേവനമാണോ? ഭക്ഷണത്തിനും ശബ്ദ സംവിധാനത്തിനും പന്തലിനുമൊക്കെ പണം നൽകാമെങ്കിൽ എന്തുകൊണ്ട് ആ കലാകാരിക്ക് പണം നൽകിക്കൂടാ? മന്ത്രിയായതിനു ശേഷം ശിവൻകുട്ടി ശമ്പളം വാങ്ങുന്നില്ലേ? സൗജന്യ സേവനമൊന്നുമല്ലല്ലോ ചെയ്യുന്നത്. ആശുപത്രിയിൽ പോയി കിടക്കുമ്പോൾ കണ്ണടയ്ക്കും തോർത്തുമുണ്ടിനും പഴംപൊരിക്കും വരെ സർക്കാരിൽ നിന്ന് റീഇംബേഴ്സ്മെൻറ്റ് വാങ്ങുന്ന മന്ത്രിമാർ കലാകാരന്മാർക്കും കലാകാരികൾക്കും വിലയിടാൻ നിൽക്കരുത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കേരളത്തിലെ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ ഇങ്ങനെയാണ്. അതായത്, ഒരു ചെറിയ യാത്ര പോയാലോ, മന്ത്രി ഒരു കണ്ണട വാങ്ങിയാലോ, ഒരു തോർത്തുമുണ്ട് വാങ്ങിയാലോ അതെല്ലാം സർക്കാർ ഖജനാവിൽ നിന്നുള്ള പണം കൊണ്ടാണ് എന്ന വാദമുയർത്തുമ്പോൾ അവിടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ പഴയ കന്നഡ ആരോപണം എടുത്ത് പരാമർശിക്കുകയാണ് സന്ദീപ് വാര്യർ. അതിനോടൊപ്പം ശിവൻകുട്ടിക്കെതിരെയും ആരോപണങ്ങൾ ഉയർത്തുന്നു. ഒരു മന്ത്രിയായതിനു ശേഷം പൊതുസമൂഹത്തിന് താങ്കൾ നൽകുന്ന സേവനം സൗജന്യമല്ലല്ലോ, അതിന് സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം എന്ന രീതിയിലും പെട്രോൾ അലവൻസ് എന്ന രീതിയിലും ഒക്കെ താങ്കൾ പണം സ്വീകരിക്കുന്നില്ലേ? പിന്നെ കാലങ്ങളായി പഠിച്ചെടുത്ത ഒരു കലാരൂപം ഒരു വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായ ഒരു കലാകാരിക്ക് കൊടുക്കേണ്ട തുകയല്ലേ സർക്കാർ നൽകാതെ ഇരിക്കുന്നത്? സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട മറ്റ് വിവിധ വിഷയങ്ങളിൽ സർക്കാർ പണം ചെലവാക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ആ കലാകാരിക്ക് മാത്രം നൽകാത്തത്? അവർ പണം ചോദിച്ചതൊരു തെറ്റായിപ്പോയോ? ആ പണം ചോദിച്ചതിന് അവരെ അഹങ്കാരി എന്ന് വിളിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന മന്ത്രിമാരെ അത്തരത്തിൽ വിളിക്കണ്ടേ എന്നൊരു ചോദ്യം കൂടി പറയാതെ പറയുന്നുണ്ട് സന്ദീപ് വാര്യർ.